ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ പല്ലൊക്കെ തേച്ച് വന്നപ്പോൾ ദേ ചപ്പാത്തിയും കിഴങ്ങറി റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി പോണത്. ബാക്ക്ഗ്രൗണ്ട് നോക്കിയപ്പോൾ ഫുൾ അലമ്പാണ് ഗൈസ്. ഫുള്ള് കർട്ടൻ ഇട്ട് നമ്മൾ ഇനിയിപ്പോൾ വീഡിയോ ചെയ്യേണ്ടി വരുമെന്നാണ് വിചാരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും അലമ്പുണ്ടെങ്കിൽ നിങ്ങളത് ഇഗ്നോർ ചെയ്ത് വിട്ടേക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് ദേ ഈ ഒരു സംഭവം ഞാൻ യൂസ് ആക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ബീട്രൂട്ടിൻ്റെ പൊടിയാണ്. ഒരു പാക്കറ്റിന് 10 രൂപയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടി പുറത്ത് പോയപ്പോൾ 2 ഞാൻ മേടിച്ച് നോക്കിയെന്നുള്ളൂ. ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് എന്താ അഭിപ്രായം ഞാൻ പറയണ്ടേ. കുറച്ച് ദിവസം കഴിയട്ടെ കേട്ടോ. ഈ ഒരു പൊടിക്കകത്ത് നമ്മൾ വെള്ളമാണ് കേട്ടോ മിക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ചെവിമേലും അതേപോലെ കഴുത്തുമ്മലൊക്കെ തേക്കാൻ വേണ്ടി മറന്നു പോകരുത്. പിന്നെ മുടിയൊക്കെ നല്ലപോലെ ബാക്കിലേക്ക് കെട്ടി വെക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ തേച്ച് കഴിഞ്ഞുള്ളൊരു കോലം എന്ന് പറയുന്നത്. ശരിക്കും ഈ മോന്തായം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മ വന്നത് നമ്മുടെ കഥാപാത്രമായ ലുട്ടാപ്പീനാണ് ഗൈസ്. കാരണം ചുവന്ന് തുടുത്തിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ. ഇത്രയും തുടുപ്പുണ്ടാവും എന്നുള്ളത് ഇനിയിപ്പോൾ നമ്മൾ വെള്ളം വെച്ച് കഴുകുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇടയ്ക്കും തലക്കൊക്കെ നമ്മൾ വെള്ളം ജസ്റ്റ് ഒന്ന് ഒപ്പി കൊടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി പോകും കേട്ടോ. എൻ്റെ കയ്യിലൊക്കെ റെഡ് കളർ ആയിട്ടുണ്ട്. ഈ ഒരു ചുമപ്പ് നമ്മുടെ ഫേസിൽ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് പറയാം ഗൈസ്. ഈ ഒരു പ്ലേറ്റ് പുതിയ പ്ലേറ്റ് ആണ് കേട്ടോ. എൻ്റെ വാലന്റൈൻസ് ഡേക്ക് എനിക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. നമ്മുടെ ഈ സ്കിൻ കെയർ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് മുൾട്ടാനി കേട്ടോ. അതിൻ്റെ ബാക്കിൽ അതെങ്ങനെ യൂസ് ആക്കേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. വേറെ ഒന്നല്ല, വെള്ളത്തിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ ചാലിച്ചിട്ട് നമ്മുടെ മുഖത്ത് തേക്കുക. 30 മിനിറ്റിന് ശേഷം കഴുകി കളയുക. സോപ്പ് യൂസ് ആക്കാൻ വേണ്ടി പാടില്ല കേട്ടോ. പിന്നെ അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത്, നമ്മുടെ പായം മടക്കി വെച്ചിട്ടില്ല. ഞാൻ നേരത്താണ് കേട്ടോ കിടന്നുറങ്ങുന്നത്. എനിക്ക് കട്ടിലുമ്മ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരത്തില്ല. ഭയങ്കര ചൂടുമ്പോൾ ഏതാണ് എനിക്ക് താഴത്ത് കിടക്കണം കേട്ടോ. എൻ്റെ വീട്ടിൽ പിന്നെ അധികം ജോലി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. രാവിലെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് അടിച്ചുവാരി തുടക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ മുഖത്ത് ഇതൊക്കെ ഇട്ടിട്ട് നമ്മളിതൊക്കെ ചെയ്ത് കളയാനുള്ള ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലിയെല്ലാം കഴിയുന്നതോടെ നമ്മുടെ സ്കിന്ന് നല്ല കറക്റ്റ് പാകമാകും. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കേണ്ട ആവശ്യമില്ല. നേരെ പോയി കുളിച്ചാൽ മതിയാവും. അങ്ങനെ ഇതേ പായൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അടിച്ച കാര്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കിന്നിൽ തേച്ചിട്ടുള്ള ഇത് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെ ഡ്രൈ ആകുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് മുഖത്ത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ജസ്റ്റ് കഴുകുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ തേക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്വന്തം മുൾട്ടാനിയാണ്. ഞാൻ നേരത്തെ എടുത്ത അതേ പ്ലേറ്റിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അതിനകത്ത് പൊടിയാണ് ചീറ്റി പോയത് ഗേസ്. സാരില്ല, നല്ല സ്മെല്ലാണ്. എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. റോസ് വാട്ടർ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണില്ല കേട്ടോ. അതുകൊണ്ട് വെള്ളത്തിൽ തന്നെയാണ് ചാലിക്കുന്നത്, നേരത്തെ പോലെ തന്നെ. പിന്നെ അതേപോലെ തന്നെ മുഖത്ത് തേക്കുക. പിന്നെ ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക. അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. റോസ് വാട്ടർ യൂസ് ആക്കുമ്പോഴാണ് കുറച്ചും കൂടി ബെനിഫിറ്റ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. നോർമൽ വാട്ടർ യൂസ് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ സ്മെല്ലാണെങ്കിൽ എനിക്ക് എന്തോ മത്ത് പിടിക്കുന്നത്, നല്ല ഒരു മണ്ണിൻ്റെയൊക്കെ ഒരു സ്മെല്ല് കേട്ടോ. നമ്മൾ പണ്ട് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് മണ്ണിലൊരു സ്മെല്ല് ഉണ്ടാവില്ല, അതേപോലത്തെ ഇതാണ്. മുഖത്ത് തേച്ചപ്പോൾ ഫൗണ്ടേഷൻ തേക്കണ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കറക്റ്റ് സ്കിൻ ടോണിന് പറ്റിയ ഫൗണ്ടേഷൻ പോലെ ഉണ്ടായിരുന്നു. സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് തേച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഗ്ലോനെസ്സും അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. മുൾട്ടി ഞാൻ പണ്ട് എപ്പോഴോ തേച്ച് തുടങ്ങിയൊരു സംഭവമാണ്. എൻ്റെ സ്കിന്നാണെങ്കിൽ ഒരുപാട് കുരുക്കളോ അല്ലെങ്കിൽ ഭയങ്കര പാടോ ഇല്ലാത്തൊരു ടൈപ്പ് ഓഫ് സ്കിന്നാണ് കേട്ടോ. പക്ഷേ PCODയുടെ പ്രശ്നമുള്ളതുകൊണ്ട് കുറച്ച് ഡാർക്ക്നെസ്സൊക്കെ കൈത്തുമ്മലൊക്കെ ഉണ്ട്. അത് പിന്നെ നമ്മുടെ ഹോർമോണിൻ്റെ ഒക്കെ പ്രശ്നമാണ് കേട്ടോ. പിന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്യണത് നമ്മളെ വെളുത്തിട്ട് പാറാൻ വേണ്ടിയിട്ടല്ല, നല്ലൊരു ഗ്ലോ സ്കിന്നും അതേപോലെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ സ്കിൻ കെയർ ചെയ്താൽ മാത്രം പോരാ, വെള്ളവും കുടിക്കണം. പിന്നെ വേറെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്കിന്നിൽ പുരട്ടുന്ന എന്തായാലും നമ്മുടെ കൈത്തുമ്മലും ഒക്കെ പുരട്ടാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ഇട്ട് കഴിഞ്ഞ് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുഖത്ത് ഈ സോപ്പൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. ഏത് സ്കിൻ കെയർ ചെയ്യുന്ന സമയത്തായാലും അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ നോർമൽ വാട്ടറിൽ കഴുകിയാലും മതിയാവും. കുറേയൊക്കെ നമ്മുടെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെള്ളത്തിലൊക്കെ ഒന്ന് വെച്ചൊന്ന് ഒപ്പി കൊടുക്കുക. അതിനുശേഷം നമ്മൾ പോയി കുളിക്കുക, അല്ലെങ്കിൽ ഫേസ് കഴുകുക. അപ്പോൾ ഞാൻ നേരെ പോയി കുളിക്കാനാണ് കേട്ടോ പോയത്. അങ്ങനെ കുളിച്ച് വന്നിട്ടുണ്ട്. നമ്മളിനി ആദ്യം യൂസ് ആക്കാൻ വേണ്ടി പോകുന്നത് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ.
എൻ്റെ സ്കിന്ന് ഡ്രൈ ആണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, അതാണ് ഞാൻ മോയ്സ്ചറൈസർ ഇടും. അങ്ങനെ മോയ്സ്ചറൈസറാണ് കേട്ടോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. സ്കിൻ കെയർ പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതല്ല കേട്ടോ, ആൺകുട്ടികൾക്കും യൂസ് ആക്കാൻ പറ്റും. എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഹെൽത്തി സ്കിന്നായിട്ടൊക്കെ ഇരിക്കണം കേട്ടോ. ഞാൻ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നേരെ ഇടാൻ വേണ്ടി പോകുന്നത് ലിപ് ബാമാണ് ഗൈസ്. ലിപ് ബാം എൻ്റെ ബാഗിൻ്റെ അകത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ലിപ് ബാം തപ്പി എൻ്റെ ബാഗ് തുറക്കുകയാണ് ഗൈസ്. ഇതാണ് കേട്ടോ ലിപ് ബാം ഞാൻ യൂസ് ആക്കുന്നത്. അതേപോലെ തന്നെ ഒരു ലിപ്സ്റ്റിക് ഉണ്ടാവും. ലിപ്സ്റ്റിക് ഇടുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് കുറച്ച് ഇങ്ങനെ നല്ലതായിട്ടിരിക്കും കേട്ടോ. ലിപ് ബാം തപ്പിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ ബൂമർ. എൻ്റെ ബാഗിനകത്താണെങ്കിൽ കോപ്പിക്കോയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു മിഠായി ഉണ്ടാകും. കാരണം എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചവച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അങ്ങനെ ബൂമർ കഷ്ടപ്പെട്ട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആയതുകൊണ്ടും ഭയങ്കര പിഗ്മെൻറ്റേഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലിപ് ബാമൊക്കെ യൂസ് ആക്കണം. ലിപ് ബാമൊക്കെ യൂസ് ആക്കുന്ന സമയത്ത് നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും. അതിന് ശേഷം നമ്മൾ ഈ ഒരു അടിപൊളി ക്രയോണിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അത് നല്ലപോലെ അപ്ലൈ ചെയ്യാനും പറ്റും. അതേപോലെ നമ്മൾ സ്കിന്ന് കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരു ബ്രൈറ്റൻ ചെയ്ത പോലെ ഇരിക്കും കേട്ടോ. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ദേ കണ്ടോ സ്കിന്ന് നോക്കി, അത്യാവശ്യം നന്നായിട്ടില്ലേ? കുളിച്ച് വന്നതാണ്, പക്ഷേ വേർക്കുന്നുണ്ട് കേട്ടോ, ഭയങ്കര ചൂടുപൊകയാണ്. ഇനി അടുത്തത് കണ്ണെഴുതി പൊട്ട് തൊട്ട് കഴിഞ്ഞാൽ നമ്മളെ മേക്കപ്പ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമറയിൽ നോക്കി എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഗൈസ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെൻ്റെ കഷ്ടപ്പാട് അറിയണം, മനസ്സിലായോ? അങ്ങനെ കണ്ണൊക്കെ വളരെ സ്പീഡപ്പിൽ എഴുതി കഴിഞ്ഞു. അപ്പോൾ പൊട്ട് തൊടുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.